ഹലോ എവ്രിവൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ടീഷനിങ് അൽഗോരിതമാണ് ഡിസ്കസ് ചെയ്തത്. സോ അപ്രിയോറി അൽഗോരിതത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് അപ്രിയോറി അൽഗോരിതത്തിൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അൽഗോരിതംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ പാർട്ടീഷനിങ് അൽഗോരിതം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡൈനാമിക് ഐറ്റം സെറ്റ് കൗണ്ടിംഗ് അൽഗോരിതമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡൈനാമിക് ഐറ്റം സെറ്റ് കൗണ്ടിംഗ്. ഡൈനാമിക് ഐറ്റം സെറ്റ് കൗണ്ടിംഗ് അൽഗോരിതം ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ വരുന്ന ഇമ്പോർട്ടൻ്റ് ടേംസ് ആണ്. ഫസ്റ്റ് വൺ, സോളിഡ് ബോക്സ്. സോളിഡ് ബോക്സ് റെപ്രസെൻറ്റ്സ് ദ കൺഫോംഡ് ഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റ്. അതായത് കൺഫോംഡ് ഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റ് മീൻസ് അതിൻ്റെ സപ്പോർട്ട് കൗണ്ട് മിനിമം സപ്പോർട്ടിനേക്കാളും കൂടുതലായിരിക്കും. നെക്സ്റ്റ് വൺ, സോളിഡ് സർക്കിൾ. സോളിഡ് സർക്കിൾ റെപ്രസെൻറ്റ് കൺഫോംഡ് ഇൻഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റ്. കൺഫോംഡ് ഇൻഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ സപ്പോർട്ട് കൗണ്ട് മിനിമം സപ്പോർട്ട് കൗണ്ടിനേക്കാളും കുറവായിരിക്കും. നെക്സ്റ്റ് ഈസ് ഡാഷ്ഡ് ബോക്സ്. ഡാഷ്ഡ് ബോക്സ് റെപ്രസെൻറ്റ് സസ്പെക്റ്റഡ് ഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റ്. അതായത് ഫ്യൂച്ചറിൽ ഇതൊരു ഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡാഷ്ഡ് ബോക്സ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഡാഷ്ഡ് സർക്കിൾ എന്ന് വെച്ചാൽ സസ്പെക്റ്റഡ് ഇൻഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റ്. അതായത് ഫ്യൂച്ചറിൽ ഇൻഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ ഈ ഒരു ഡാഷ്ഡ് സർക്കിൾ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു DIC അൽഗോരിതം നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇങ്ങനെ ഒരു ഡാറ്റ സെറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ട്? 4 ട്രാൻസാക്ഷൻ ഉണ്ട്. ഇവിടെ വരുന്ന ഐറ്റംസ് ആണ് A, B ആൻഡ് C. ഈ 1ഉം 0യും എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അതായത് T1 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് A എന്ന് പറയുന്ന ഐറ്റം ഉണ്ടെങ്കിൽ അതിനെ 1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. A എന്ന് പറയുന്ന ഐറ്റം ഇല്ലെങ്കിൽ അതിനെ 0 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. അതായത് T1 എന്ന് പറയുന്ന ട്രാൻസാക്ഷനിൽ ഏതൊക്കെ ഐറ്റംസ് ആണുള്ളത്? Aയും Bയും. T2ൽ A മാത്രം, T3ൽ B, C, T4ൽ ഒരൈറ്റവും ഇല്ല. ഇങ്ങനെ ഒരു ഡാറ്റ സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഈ ഒരു ഫിഗർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഇതെന്ന് പറയുന്നത് എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് ആണ്. നൾ സെറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ A, B, C എന്ന് പറയുന്നത് 1 ഐറ്റം സെറ്റ്. ഈ 1 ഐറ്റം സെറ്റ് കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 ഐറ്റം സെറ്റ്. അതായത് Aയും Bയും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ AB കിട്ടും. Bയും Cയും കമ്പൈൻ ചെയ്യുമ്പോൾ BC കിട്ടും. Aയും Cയും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ AC കിട്ടും. അപ്പം നമുക്ക് 2 ഐറ്റം സെറ്റ് കിട്ടി. ഈ 2 ഐറ്റം സെറ്റിൽ നിന്നും 3 ഐറ്റം സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതായത് 1 ഐറ്റം സെറ്റ്, 2 ഐറ്റം സെറ്റ്, 3 ഐറ്റം സെറ്റ് വെച്ചിട്ട് നമുക്കൊരു ഫിഗർ ഇതേപോലെ വരയ്ക്കാം. ഇനി അൽഗോരിതത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് മാർക്ക് ദ എംപ്റ്റി ഐറ്റം സെറ്റ് വിത്ത് സോളിഡ് സ്ക്വയർ. ആദ്യം എന്ത് ചെയ്യണം? എംപ്റ്റി ഐറ്റം സെറ്റിനെ നമ്മൾ സോളിഡ് സ്ക്വയർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഇതാണ് അൽഗോരിതത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ മാർക്ക് ഓൾ ദ 1 ഐറ്റം സെറ്റ് വിത്ത് ഡാഷ്ഡ് സർക്കിൾ, ലീവ് ഓൾ അതർ ഐറ്റം സെറ്റ് അൺമാർക്ക്ഡ്. ഇനി അടുത്ത എന്താ പറയുന്നത്? മാർക്ക് ഓൾ ദ 1 ഐറ്റം സെറ്റ് വിത്ത് ഡാഷ്ഡ് സർക്കിൾ. 1 ഐറ്റം സെറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? Aയും Bയും Cയും. അതിനെയൊക്കെ എന്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യണം? ഡാഷ്ഡ് സർക്കിൾ. 1 ഐറ്റം സെറ്റിനെ എല്ലാം ഡാഷ്ഡ് സർക്കിൾ കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് റീഡ് M ട്രാൻസാക്ഷൻസ്. അതായത് ഇതാണ് നമ്മുടെ ഫുൾ ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് 2 പാർട്ടീഷൻ ആക്കി മാറ്റാം. ഇത് പാർട്ടീഷൻ 1ഉം ഇത് പാർട്ടീഷൻ 2ഉം. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? റീഡ് M ട്രാൻസാക്ഷൻസ്. അതായത് ഫസ്റ്റ് പാർട്ടീഷനിലുള്ള ആദ്യത്തെ 2 ട്രാൻസാക്ഷൻസ് മാത്രം കൺസിഡർ ചെയ്യുക. For each transaction, increment the respective counters for the item set that appears in the transaction and are marked with dashes. അതായത് നമ്മൾ എന്താ പറഞ്ഞത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കണ്ടു ഈ ഒരു നൾ സെറ്റിനെ സോളിഡ് സ്ക്വയർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വരുന്ന 1 ഐറ്റം സെറ്റിനെ ഡാഷ്ഡ് സർക്കിൾ കൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യണം. കൗണ്ടർ എന്ന് പറയുന്നത് എന്താണ്? 1 ഐറ്റം സെറ്റിന്റെ കൗണ്ടർ ഇനിഷ്യലി 0 ആണ്. ബിയുടെ എന്താണ്? ഇനിഷ്യലി 0 ആണ്. സി എന്ന് പറയുന്നതും ഇനിഷ്യലി 0 ആണ്.
ഇനി നമ്മൾ ഈ ഒരു ഡാറ്റ സെറ്റിനെ നമ്മൾ രണ്ട് പാർട്ടീഷൻ ആക്കിയല്ലോ, ഫസ്റ്റ് പാർട്ടീഷൻ ആൻഡ് സെക്കൻഡ് പാർട്ടീഷൻ. അതിൽ ആദ്യത്തെ രണ്ട് ട്രാൻസാക്ഷൻ T1 T2 എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടീഷൻ ആണ്. ഓക്കെ, ആ രണ്ട് ട്രാൻസാക്ഷനും നമ്മൾ റീഡ് ചെയ്യണം. റീഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എടുക്കുകയാണ്. എയുടെ കൗണ്ട് എത്രയായി? 1 ആയി. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എടുത്തപ്പോൾ എയുടെ കൗണ്ട് എത്രയായി? 2 ആയി. സോ ഇവിടെ 0 മാറി 2 ആവും. നെക്സ്റ്റ് ഈ T1 T2 എന്ന് പറയുന്ന രണ്ട് ട്രാൻസാക്ഷൻ എടുക്കുമ്പോൾ ബിയുടെ കൗണ്ട് എത്രയാവും? 1 ആവും. ഇനി T1 T2 എടുക്കുമ്പോൾ സിയുടെ കൗണ്ട് എത്രയാണ്? 0 തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. അതായത് ഇഫ് എ ഡാഷ്ഡ് സർക്കിൾസ് കൗണ്ട് എക്സീഡ് ദ മിനിമം സപ്പോർട്ട് ടേൺസ് ഇറ്റ് ഇൻറ്റു എ ഡാഷ്ഡ് സ്ക്വയർ. ഇതെന്താ പറയുന്നത്? ഈ ഒരു എക്സാമ്പിളിന്റെ മിനിമം സപ്പോർട്ട് എന്ന് പറയുന്നത് 1 ആണ്. അതായത് എയുടെ കൗണ്ടർ, എയുടെ വാല്യൂ എന്ന് പറയുന്നത് 2ഉം ബിയുടെ വാല്യൂ 1ഉം ആണ്. അതായത് മിനിമം സപ്പോർട്ടിനേക്കാളും കൂടുതലായതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡാഷ്ഡ് സർക്കിൾ മാറ്റിയിട്ട് ഡാഷ്ഡ് സ്ക്വയർ ആക്കി മാറ്റണം. അപ്പൊ എയും ബിയും എന്തായി? ഡാഷ്ഡ് സ്ക്വയർ ആയി മാറി. സി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. സോ അതിനെ നമുക്ക് എന്താക്കി തന്നെ നിർത്താം? ഡാഷ്ഡ് സർക്കിൾ ആക്കി തന്നെയാണ് നിർത്തുന്നത്. സോ അതാണ് ഈ ലൈൻ പറയുന്നത്. ഇഫ് എ ഡാഷ്ഡ് സർക്കിൾ കൗണ്ട് എക്സീഡ് മിനിമം സപ്പോർട്ട് ടേൺസ് ഇറ്റ് ഇൻറ്റു എ ഡാഷ്ഡ് സ്ക്വയർ. ഇനി അടുത്തത് എന്താ പറയുന്നത്? ഇഫ് എനി ഇമ്മീഡിയറ്റ് സൂപ്പർ സെറ്റ് ഓഫ് ഇറ്റ് ഹാസ് all of its subset as solid or dashed squares, add a new counter for it and make it a dashed circle. അതെന്താ പറയുന്നത്? അതായത് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. ആദ്യം എന്ത് ചെയ്തു? സോളിഡ് സ്ക്വയർ ആക്കി മാറ്റി ഈ നൾ സെറ്റിനെ. അത് കഴിഞ്ഞിട്ട് 1 ഐറ്റം സെറ്റിനെ ഡാഷ്ഡ് സർക്കിൾ ആക്കി മാറ്റി അതിന്റെ കൗണ്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി? എയുടെ വാല്യൂ 2 എന്നും കിട്ടി, ബിയുടെ വാല്യൂ 1 എന്നും കിട്ടി, സിയുടെ വാല്യൂ 0 എന്നും കിട്ടി. എന്നിട്ട് അതിന്റെ മിനിമം സപ്പോർട്ടിനേക്കാളും എക്സീഡ് ആവുന്നത് കൊണ്ട് നമ്മൾ എയിനെ എന്ത് ചെയ്തു? ഡാഷ്ഡ് സ്ക്വയർ ആക്കി, ബിയിനെയും ഡാഷ്ഡ് സ്ക്വയർ ആക്കി. സി എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് അതിനെ ഡാഷ്ഡ് സർക്കിൾ തന്നെ നിർത്തി. ഇനി എന്താ പറയുന്നത്? ഈ എയും ബിയും എന്ന് പറയുന്നത് ഡാഷ്ഡ് സ്ക്വയർ ആണ്. സോ എയും ബിയുടെയും സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത് എ ബി ആണ്. സോ എയും ബിയും ഡാഷ്ഡ് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ അതിന്റെ സൂപ്പർ സെറ്റിനെ നമുക്ക് ഡാഷ്ഡ് സർക്കിൾ ആക്കി മാറ്റാം. ഓക്കെ, ഇനി ഇവിടെ വരുന്ന ബിയും സിയും എടുക്കുകയാണെങ്കിൽ ബിയും സിയുടെയും സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത് ബി സി ആണ്. പക്ഷെ ബി ഡാഷ്ഡ് സ്ക്വയർ ആണ്, സി എന്ന് പറയുന്നത് ഡാഷ്ഡ് സർക്കിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ബി സിനെ ഒരിക്കലും ഡാഷ്ഡ് സർക്കിൾ ആക്കാൻ പറ്റൂല. കാര്യം എന്താണ്? അതിന്റെ സബ്സെറ്റ് എന്താവണം? ഒന്നുകിൽ സോളിഡ് സ്ക്വയർ ആവണം, അല്ലെങ്കിൽ ഡാഷ്ഡ് സ്ക്വയർ ആവണം. ഇവിടെ എ ബി എന്ന് പറയുന്നത് ഡാഷ്ഡ് സർക്കിൾ ആക്കിയത് എന്തുകൊണ്ടാണ്? എ ബിയുടെ സബ്സെറ്റ്, അതായത് എയും ബിയും എന്ന് പറയുന്നത് ഡാഷ്ഡ് സ്ക്വയർ ആയതുകൊണ്ടാണ് ഇതിന്റെ സൂപ്പർ സെറ്റായ എ ബിയെ നമ്മൾ ഡാഷ്ഡ് സർക്കിൾ ആക്കി മാറ്റിയത്. എന്നിട്ട് എ ബിയുടെ കൗണ്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എ ഈക്വൽ ടു 2, ബി ഈക്വൽ ടു 1, സി ഈക്വൽ ടു 0, എ ബി ഈസ് ഈക്വൽ ടു 0. ഇത്രയും കൗണ്ടറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഏതൊക്കെയാണ് റീഡ് ചെയ്തത്? T1ഉം T2ഉം നമ്മൾ റീഡ് ചെയ്തു, ആദ്യത്തെ പാർട്ടീഷൻ. ഇനി അടുത്ത പാർട്ടീഷനിലോട്ട് വന്നു. സെക്കൻഡ് പാർട്ടീഷനിൽ T3ഉം ഉണ്ട്, T4ഉം ഉണ്ട്. അപ്പൊ എയുടെ വാല്യൂ 2 ആയിരുന്നു, ബിയുടെ വാല്യൂ 1, സിയുടെ വാല്യൂ 0, എ ബി ഈക്വൽ ടു 0. അപ്പൊ രണ്ടാമത്തെ പാർട്ടീഷനിൽ വന്നു. T3ഉം T4ഉം കൺസിഡർ ചെയ്തു. എയുടെ വാല്യൂല് ചേഞ്ച് ഇല്ല, ബിയുടെ വാല്യൂ 1 മാറി 2 ആയി, സിയുടെ വാല്യൂ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് 0 മാറി 1 ആയി. എ ബി ഒരുമിച്ച് എവിടെയെങ്കിലും വരുന്നുണ്ടോ? T3യിലും വരുന്നില്ല, T4ലും എ ബി ഒരുമിച്ച് വരുന്നില്ല. സോ അതിന്റെ കൗണ്ടർ 0 തന്നെയാണ്. ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? Once a dashed item set has been counted through all the transaction, make it solid and stop counting it. അതായത് ഈ ഒരു ഡേറ്റ സെറ്റിലുള്ള എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 1 ഐറ്റം സെറ്റ്, അതായത് എ ബി സി, അതാണ് 1 ഐറ്റം സെറ്റ്.
1 ഐറ്റം സെറ്റിനെ മാത്രം കൺസിഡർ ചെയ്താൽ നമ്മൾ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പം നമ്മൾ ഡാഷ്ഡ് സ്ക്വയർ ആയിരുന്നു, എയും ബിയും എന്ന് പറയുന്ന ഡാഷ്ഡ് സ്ക്വയർ ആയിരുന്നു. അതിനെ മാറ്റിയിട്ട് നമുക്ക് എന്താക്കാം, സോളിഡ് സ്ക്വയർ ആക്കി മാറ്റാം. ഈ ഒരു ഫിഗർ കണ്ടോ, ഇതിനെ എന്ത് ചെയ്തു, എ എന്ന് പറയുന്നത് സോളിഡ് സ്ക്വയർ ആക്കി, ബി എന്ന് പറയുന്നത് സോളിഡ് സ്ക്വയർ ആക്കി. അതായത് എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 1 ഐറ്റം സെറ്റ് കൺസിഡർ ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സിയുടെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, അതായത് മിനിമം സപ്പോർട്ടിന് ഈക്വൽ ആണ്. അതുകൊണ്ട് അതിനെയും സോളിഡ് സ്ക്വയർ ആക്കി. ഇനി നമ്മൾ എ ബി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡാഷ്ഡ് സർക്കിൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബി സി കൺസിഡർ ചെയ്യുകയാണ്. ബി സി എന്ന് പറയുന്നത് എന്താണ്, സോളിഡ് സ്ക്വയർ ആണ്. സോ അതുകൊണ്ട് അതിന്റെ സൂപ്പർ സെറ്റായ ബി സിനെ നമുക്ക് സോളിഡ് സർക്കിൾ ആക്കി മാറ്റാം. അതുപോലെ തന്നെ എ സി എന്ന് പറയുന്നത് സോളിഡ് സ്ക്വയർ ആണ്. സോ അതിന്റെ സൂപ്പർ സെറ്റിനെ നമുക്ക് എന്താക്കാം, ഡാഷ്ഡ് സർക്കിൾ ആക്കി മാറ്റാം. അപ്പൊ എ ബിയും ഡാഷ്ഡ് സർക്കിൾ ആണ്, എ സിയും ഡാഷ്ഡ് സർക്കിൾ ആണ്, ബി സിയും ഡാഷ്ഡ് സർക്കിൾ ആണ്. പക്ഷെ എ ബിയുടെ കൗണ്ടർ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എ ബി എന്ന് പറയുന്നത് നമ്മൾ എവിടെ റീഡ് ചെയ്തു, ഈ പാർട്ടീഷൻ 2-ല്, അതായത് T3-യും T4-ഉം കൺസിഡർ ചെയ്തപ്പോൾ നമ്മൾ ഇവിടെ റീഡ് ചെയ്തു. എ ബി എന്ന് പറയുന്നത് നമ്മൾ റീഡ് ചെയ്തു, പക്ഷെ അതിന്റെ കൗണ്ടറിന്റെ വാല്യൂ മാത്രം മാറിയില്ല, 0 തന്നെയാണ്. ഇനി എ ബി നമുക്ക് എവിടെ മാത്രം റീഡ് ചെയ്താൽ മതി, ഈ ഫസ്റ്റ് പാർട്ടീഷനിൽ, അതായത് T1-ലും T2-ലും മാത്രം നമുക്ക് എ ബിനെ റീഡ് ചെയ്താൽ മതി. പക്ഷെ എ സിയും ബി സിയും നമുക്ക് T1, T2, T3, T4 ഇത്രയും ട്രാൻസാക്ഷനിൽ നമുക്ക് റീഡ് ചെയ്യണം. അതാണ് അവിടുത്തെ ഡിഫറൻസ്. അപ്പൊ നമ്മൾ പുതിയ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എ എന്ന് പറയുന്നത് 2, ബി എന്ന് പറയുന്നത് 2, സി എന്ന് പറയുന്നത് 1. എ ബി എന്ന് പറയുന്നത് എന്തായിരുന്നു, 0 തന്നെയാണ്. പുതിയ കൗണ്ടർ ഏതൊക്കെ വന്നു, എ സി ഈക്വൽ ടു 0യും വന്നു, ബി സി ഈക്വൽ ടു 0യും വന്നു. സോ എയും ബിയും സിയും ഇനി നമുക്ക് നോക്കണ്ട, അതായത് എല്ലാ ട്രാൻസാക്ഷനും അത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അതിനെ ഒന്നും ചെയ്യണ്ട. എ ബി എന്ന് പറയുന്നത് നമ്മൾ T3-ലും T4-ലും മാത്രമാണ് റീഡ് ചെയ്തത്. ഇനി ഏതും കൂടെ ബാലൻസ് ഉണ്ട്, T1-ഉം T2-ഉം ബാലൻസ് ഉണ്ട്. അപ്പൊ എ ബി ഒരുമിച്ച് വരുന്നുണ്ടോ, ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ T1-ൽ എയും ബിയും ഒരുമിച്ച് വരുന്നുണ്ട്. സോ ഇവിടുത്തെ 0നെ മാറ്റിയിട്ട് നമ്മളിവിടെ 1 ആക്കി. ഇനി ആദ്യത്തെ പാർട്ടീഷൻ തന്നെ എടുക്കുകയാണ്, T1-ഉം T2-ഉം. എ സി ഒരുമിച്ച് വരുന്നുണ്ടോ, ഇല്ല. ബി സിയും ഒരുമിച്ച് വരുന്നില്ല. സോ അതിന്റെ കൗണ്ടർ 0 തന്നെയാണ്, ചേഞ്ച് ഒന്നുമില്ല. സോ അതാണ് ഈ ഒരു ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. എ ബി സി നമ്മൾ ഒന്നും ചെയ്യണ്ട, അത് അതേപോലെ നിർത്തി. എ ബി എന്ന് പറയുന്ന 1 ആയി, എ സി 0, ബി സിയും 0 തന്നെ, ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ എ ബി എന്ന് പറയുന്നത് മിനിമം സപ്പോർട്ടിന് ഈക്വൽ ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ സോളിഡ് സ്ക്വയർ ആക്കി മാറ്റാം. അതായത് എ ബിനെ എന്തുകൊണ്ടാണ് സോളിഡ് സ്ക്വയർ ആക്കി മാറ്റിയത്, എ ബിനെ നമ്മൾ എല്ലാ ട്രാൻസാക്ഷനിലും റീഡ് ചെയ്തു. T1-ലും റീഡ് ചെയ്തു, T2-ലും റീഡ് ചെയ്തു, T3-ലും റീഡ് ചെയ്തു, T4-ലും റീഡ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ എ ബിനെ സോളിഡ് സ്ക്വയർ ആക്കി മാറ്റാം. പക്ഷെ എ സിയും ബി സിയും നമ്മൾ എവിടെ മാത്രമേ റീഡ് ചെയ്തോളൂ, T1-ലും T2-ലും മാത്രമേ റീഡ് ചെയ്തോളൂ. T3-യും T4-ഉം ഇനി റീഡ് ചെയ്യാനുണ്ട്. സോ ആ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എ ബിനെ എന്ത് ചെയ്തു, സോളിഡ് സ്ക്വയർ ആക്കി മാറ്റി. ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുത്ത ട്രാൻസാക്ഷൻസ് എടുക്കുക, അതായത് T3-യും എടുക്കണം, T4-ഉം എടുക്കണം. T4-ഉം എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എ ബിക്ക് ചേഞ്ച് ഒന്നുമില്ല. എ സി നോക്കൂ, എ സി ഒരുമിച്ച് വരുന്നുണ്ടോ, T3-ലും T4-ലും വരുന്നില്ല, അത് 0 തന്നെയാണ്. പക്ഷെ ബി സി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബി സി എന്ന് പറയുന്നത് ഒരുമിച്ച് വരുന്നുണ്ട്. സോ അതിന്റെ കൗണ്ടർ എന്ന് പറയുന്നത് എത്രയാവും, 1 ആയി മാറി. അതായത് എ സിയും ബി സിയും നമ്മൾ എല്ലാ ട്രാൻസാക്ഷനിലും നമ്മൾ റീഡ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എ സി എന്ന് പറയുന്നത് മിനിമം സപ്പോർട്ടിനേക്കാളും ഗ്രേറ്റർ അല്ല. അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ഇൻഫ്രീക്വന്റ് ഐറ്റം സെറ്റ്, അതായത് സോളിഡ് സർക്കിൾ തന്നെ ആക്കി. പക്ഷെ ബി സിയുടെ വാല്യൂ എത്രയാണ്, 1, അതായത് മിനിമം സപ്പോർട്ടിന് ഈക്വൽ ആയി. അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം, സോളിഡ് സ്ക്വയർ ആക്കി മാറ്റി. അപ്പൊ നമ്മൾ എ ബിയും എ സിയും ബി സിയും ഈ 4 ട്രാൻസാക്ഷനിൽ റീഡ് ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടത് 3 ഐറ്റം സെറ്റ് എ ബി സി.
ഇവിടുത്തെ 3 ഐറ്റം സെറ്റായ എ ബി സി എന്ന് പറയുന്നത് ഡാഷ്ഡ് സർക്കിൾ ആക്കണമെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? എ ബി സിയുടെ സൂപ്പർ സെറ്റ്, സോറി എ ബി സിയുടെ സബ്സെറ്റ് എ ബി എ സി ബി സി, ഇത് മൂന്നും എന്താവണം? ഡാഷ്ഡ് സ്ക്വയർ ആവണം, അല്ലെങ്കിൽ സോളിഡ് സ്ക്വയർ ആവണം. പക്ഷെ ഇവിടെ എന്താണ്? എ ബിയും ബി സിയും മാത്രമാണ് സോളിഡ് സ്ക്വയർ ആയിട്ടുള്ളത്. എ സി എന്ന് പറയുന്നത് സോളിഡ് സർക്കിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എ ബി സിനെ ഒന്നും ചെയ്യേണ്ട, അൽഗോരിതം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. സോ ഇതെല്ലാമാണ് DIC അൽഗോരിതത്തിൽ വരുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.